യുഎഇയിലെ ക്രൈസ്തവ വിശ്വാസികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചയോളം നീണ്ടുനിന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ക്രിസ്മസിന്റെ ഭാഗമായി ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് അവധി നൽകിയത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആഘോഷം വർണ്ണാഭമാക്കി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും യുഎഇയിലും ലോകമെങ്ങുമുള്ള വിശ്വാസികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പുതുവത്സരം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലെ ക്രിസ്മസ് ആഘോഷം. നാട്ടിലേതിനേക്കാൾ സമൃദ്ധമായി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി, ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയം എന്നിവിടങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ മലയാളികളടക്കം നൂറുകണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. യുഎഇയിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ജീവനക്കാർക്ക് അവധി നൽകിയത് നിരവധി പേരുടെ ആഘോഷം കൂടുതൽ വർണ്ണാഭമാക്കാൻ സഹായിച്ചു. അമൃത ന്യൂസ്, ദുബായ്.